ചേട്ടാ നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാഫി പറമ്പിൽ MP ഒരു സ്വകാര്യ ചാനലിൻ്റെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു, ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നത് പാലക്കാട് മോഡൽ രാഷ്ട്രീയമാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ പാലക്കാട് മോഡൽ എന്നതുകൊണ്ട്? പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത്, വലിയ വിജയമാണ് കിട്ടിയത്, ഉദ്ദേശിച്ചതിലും കൂടുതൽ. കാരണം അവരാരും പറഞ്ഞിരുന്നില്ല ഈ ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന്. അവരുടെ പ്രതീക്ഷിച്ചിരുന്നില്ല, അത്രയും കണക്കൂട്ടലും ഇല്ലായിരുന്നു. അത് ഒരു വലിയ വിജയമായതിൻ്റെ ഒരു ആഹ്ലാദം ഒക്കെ കൊണ്ടാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ പാലക്കാട് മോഡൽ രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ട് എന്താണ് ഷാഫി പറമ്പിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കൂടുതൽ കടന്ന് ചിന്തിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും നമ്മുടെ ഇതിലേക്ക്, നമ്മുടെ ശ്രദ്ധയിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ പൊതുവേ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്ന ഒരു സമയമാണ് കേരളത്തിൽ ഇത്തവണ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞല്ലോ. ഈ ചേലക്കരയിലെയും ഭൂരിപക്ഷം കുറഞ്ഞു. വയനാടിൽ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷം, അതും പ്രതീക്ഷിച്ചതിലേറെ ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവരിപ്പോൾ പറയുന്നുണ്ട് അത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല. പൊതുവേ പൊതുസമൂഹം നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രയേറെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈ പാലക്കാട് മോഡലിൽ ചിലപ്പോൾ ഉൾപ്പെടുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം ഉദ്ദേശിച്ചായിരിക്കാം ഈ പാലക്കാട് മോഡൽ എന്ന് പറഞ്ഞത്. പക്ഷെ പാലക്കാട്ട് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, BJPയിൽ നിന്നും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരാൾ കോൺഗ്രസിലേക്ക് എത്തി. അത് പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ കാണാത്ത ഒരു കാര്യം. സന്ദീപ് വാര്യരുടെ വരവ് ആണോ എന്ന്. അത് ഒരു BJPയെ അല്ലെങ്കിൽ BJP നേതൃത്വത്തെയും ഒരു വലിയ പരിധി വരെ തെറ്റിച്ചു എന്നുള്ളതെന്ന് തന്നെ പറയാം. കാരണം അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകാനാണ് സാധ്യത എന്നൊരു ചിന്തയിലാണ് ഇരുന്നത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു. രണ്ടാമത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്, ഈ SDPI, ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ ഏതാണ്ട് പൂർണ്ണമായ പിന്തുണ ഈ പാലക്കാട് കോൺഗ്രസിന് കിട്ടി. പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. അത് വളരെ ചെറുപ്പക്കാരനായ സജീവൻ, ഒരു മുഖമായിരുന്നു, പരിചിതമായ ഒരു മുഖമുള്ള ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരന്റെ ഇമേജോടുകൂടിയാണ് സ്ഥാനാർത്ഥി വന്നത്. അത്തരം ഇമേജുകൾ പലപ്പോഴും കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ എന്താ പറയുക ഉണ്ടാകാറില്ല. അപ്പം അങ്ങനെ ഉണ്ടായാൽ അത് വിജയിക്കാറുണ്ട്. അങ്ങനെ ഒരു കാരണം നമുക്കറിയാമല്ലോ, രാമേന്ദ്രൻ കടന്നപ്പള്ളി AK ഗോപാലിനെ അവിടെ ഞെട്ടിച്ച് അദ്ദേഹം അവിടുന്ന് സീറ്റ് ഈ പാലക്കാടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പാലക്കാട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാലക്കാട്ടേക്കാണ് സുരക്ഷിത സ്ഥാനം നേടിയത്. ആ നിയമസഭാ സീറ്റിലേക്കല്ല. AKG ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിന്ന് ജയിച്ചിരുന്ന AKG അവിടെ മത്സരിക്കാൻ ഈ കടന്നപ്പള്ളി രാമേന്ദ്രന് അവിടെ ചെന്ന അവസരത്തിൽ യുവജന ഒരു മുഖമായിരുന്നത് കൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അദ്ദേഹം സ്ഥാനം മാറിയത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സുരക്ഷിത കോട്ടയെന്ന് വിചാരിച്ചിരുന്ന സ്ഥലമാണ് CPM-ന്റെ. അവിടെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പോളറൈസേഷൻ, ഒരു ധ്രുവീകരണ വോട്ട് കിട്ടി എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പാലക്കാട് ഒരു മാതൃകയായി പാലക്കാട് ഒരു മാതൃകയാണെന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ, പാലക്കാട് മോഡലാണ് ഇന്ന് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ, ഒരു പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് കൂട്ടുകെട്ട് കേരളത്തിൽ തുടരും എന്നൊരു സന്ദേശമാണ് ഷാഫി പറമ്പിൽ നൽകിയത്. അതിൽ ഒരു കുഴപ്പവുമില്ലെന്ന് UDF നേതാക്കന്മാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അവരതിന് പറയുന്ന ന്യായം, UDF നേതാക്കന്മാർ പറയുന്ന ന്യായം, ഇവരൊക്കെ നേരത്തെ CPM-നെ പിന്തുണച്ചിരുന്നവരാണ്. അങ്ങനെയാണ് CPM ഒരു തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടിയത്. അങ്ങനെയാണ് പിന്നെ CPM വിജയിച്ചത്. അപ്പോൾ അവർ അതൊരു പിണറായി വിജയൻ നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് വോട്ട് ലഭിക്കാതെ വന്നപ്പോൾ കോൺഗ്രസിന് വോട്ട് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ് അതിനെ സമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, K. മുരളീധരൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ട്, ജമാഅത്തെ വോട്ടുകൾ കിട്ടി. CP ജോൺ പറഞ്ഞു അങ്ങനെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ന്യൂനപക്ഷ രാഷ്ട്രീയ ഭൂരിപക്ഷ വർഗീയതയുടെ അത്ര അപകടം ഇല്ല അപകടമില്ലാത്ത കാര്യമാണ്, ഭൂരിപക്ഷ വർഗീയത അത്ര അപകടമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇതിൽ ഏത് ഘടകമാണ് ഷാഫി പറമ്പലിനെ കൂടുതലായിട്ട് സ്വാധീനിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഇതൊരു പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി
ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഷാഫി പറമ്പിൽ വി ഡി സതീശൻ ചെറുപ്പക്കാരുടെ അതിൽ ഒരു മുന്നേറ്റം. അത് നേതൃത്വം കിട്ടിയതോടുകൂടി വി ഡി സതീശൻ സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ പാലക്കാട് വിജയിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വി ഡി സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ലഭിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകെട്ട്, അതായത് കോൺഗ്രസിൽ പിടിമുറുക്കുന്ന വി ഡി സതീശനെയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിൽ പിടിമുറുക്കുന്നത്, നേതൃസ്ഥാനത്തിന് പിടിമുറുക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് മനസ്സിലാക്കിയിരിക്കുന്നു. സീനിയർ നേതാക്കന്മാരെ തഴഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഒതുക്കി, CPM-ലൊക്കെ ഉണ്ടല്ലോ കൃത്യമായ ചില ഒതുക്കുകളുണ്ടല്ലോ, അതുപോലെ തന്ത്രപൂർവ്വം ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ട് യുവജനങ്ങളുടെ ലേബലിൽ യുവജനങ്ങൾ കൂടുതലായി എത്തുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ ഒരു ഇക്വേഷൻ കോൺഗ്രസിൽ ഉണ്ടാക്കാൻ, ഒരു ഫോർമുല ഉണ്ടാക്കാൻ ശ്രമിച്ച് വന്ന അവസ്ഥയായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം. വാസ്തവത്തിൽ അങ്ങിപ്പോൾ പറഞ്ഞ വി ഡി സതീശൻ പിടിമുറുക്കി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ വി ഡി സതീശനിലൂടെ പിടിമുറുക്കിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും അല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു വരുന്ന അതിലേക്കാണ് ഞാൻ വന്നത്. അങ്ങനെ വന്നപ്പോൾ വളരെ പെട്ടെന്നാണല്ലോ അതിനൊരു ട്വിസ്റ്റ് നമ്മൾ കാണുന്നത്. അല്പം പുറകോട്ട് പോയിരുന്ന രമേശ് ചെന്നിത്തലയെ മുമ്പോട്ട് വരാൻ അനുകൂലമായ സാഹചര്യം നമുക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിനും UDF-നും അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അധികാരം ഉറപ്പിച്ച പട്ടേലാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഈ മോഡൽ വിജയകരമായി നടത്തിക്കഴിഞ്ഞാൽ അധികാരം കിട്ടുമെന്ന് അദ്ദേഹം ഏതാണ്ട് ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ വളരെ പെട്ടെന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പ്രാമുഖ്യം കിട്ടിയത്. വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഈ ഇതിൽ അത് സതീശനെ അങ്കലാപ്പിലാക്കുകയും ചെയ്തു. സതീശൻ തൻ്റെ നേരത്തെയുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടതായി വന്നു, ഒരു പരിധിവരെ വിഴുങ്ങേണ്ടതായി വന്നു. അങ്ങനെ വന്നിട്ടാണ് അദ്ദേഹം ഈ ഒരു ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിക്കുന്ന ഒരവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവനകളിൽ, അതായത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ ഒരു ഘടകമായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ഷാഫി പറമ്പിലിൻ്റെ വാക്കുകളിൽ ഇതൊക്കെ ഉണ്ട്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആൾ അവിടെ ഒരു ഘടകമായിരുന്നില്ല. അതിനെപ്പറ്റി അദ്ദേഹം പരാതി പറയുന്നതും വിലപിക്കുന്നതും നമ്മൾ കണ്ടു. വളരെ പെട്ടെന്നത് അതങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനുള്ള ശ്രമം നടത്തുന്നത് കണ്ടു. കെ മുരളീധരൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും നേതാവ് പുകഴ്ത്തുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗുഡ് ബുക്കിൽ കയറുകയോ ആരുടെയെങ്കിലും പുത്രനാവുകയോ ചെയ്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തുനിന്നല്ല, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഹൈക്കമാൻഡാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വളരെ കൃത്യമായും ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഒരു എന്താ പറയുക രാഷ്ട്രീയക്കാരനാണ്. ജയിക്കാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹത്തിന് അറിയാം. പിന്നെ ഉയർന്നു വരുന്ന വിവാദങ്ങളെ എങ്ങനെ നേരിടണമെന്നറിയാം. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഇക്വേഷനിൽ കൂടി കോൺഗ്രസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് നീങ്ങിയത്. പക്ഷേ അതിന് എവിടെയോ എന്തോ ചില ചെറിയ പാളിച്ചകൾ സംഭവിച്ചതുപോലെയാണ് നമുക്ക് തടസ്സങ്ങൾ വന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് ഈ പാലക്കാട് മോഡൽ വിജയിക്കുന്നത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ ഒരു ധ്രുവീകരണം കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും തന്നെയും മൊത്തത്തിൽ ഇപ്പം അധികാരം കിട്ടിയേ മതിയാവും എന്നൊരവസ്ഥ മുസ്ലിം ലീഗിനുണ്ട്. 2 തവണ പരാജയപ്പെട്ടത് കൊണ്ട് 2 തവണ അണികളെ നിലനിർത്താൻ മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് അധികാര തുടർച്ചയായി ഇല്ലാതിരുന്നാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ അവർക്കറിയാം, മുസ്ലിം ലീഗിനറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും കൂടെ നിർത്താനുള്ള ഒരു ശ്രമവും ബോധപൂർവം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ്. കേരളത്തിൽ നമുക്കറിയാം ഒരു 25 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മണ്ഡലങ്ങളിലും ഇല്ലാത്ത വിധത്തിലുള്ള സ്വാധീനം മുസ്ലിം ലീഗിനുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്രയും ഈ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ടെന്ന് നമ്മൾ കരുതുന്നതിന് പുറത്തുള്ള മണ്ഡലങ്ങളിലും ഉള്ള മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടാനുള്ള ഒരു ശ്രമം ബോധപൂർവ്വം നടത്തുന്നത്. ആ ശ്രമത്തിൽ വിജയിച്ചു വരുന്നു എന്നാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അതൊരു കുഴപ്പമില്ലാത്ത കാര്യമായി UDF നേതാക്കന്മാർ അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടേതായാലും SDP-യുടേതായാലും വോട്ട് ലഭിക്കുന്നത് അത് കുഴപ്പമില്ല എന്നൊരു നിലപാട് എത്തിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മംഗലാപ്പിലാണ്. കാരണം എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? അവർ നടത്തിയ ഒരു ധ്രുവീകരണം റാഞ്ചിക്കൊണ്ടുപോയി പോലെയാണ് നമ്മൾ കാണുന്നത്. ആ റാഞ്ചിൽപ്പെട്ട് അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ വോട്ടുകളാണെന്ന്, അവരുടെ ബേസിക് വോട്ടുകളാണെന്ന്, അവരുടെ അടിസ്ഥാനപരമായ വോട്ടുകളാണെന്നും ഒരു ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം അവരതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു.
ഉള്ളത് കിട്ടുകയും കിട്ടുക ചെയ്തു. അതെല്ലാം അങ്ങനെ കൂടെ ഒരു അവസ്ഥയില്ല. BJP കൊണ്ടുപോകുമോ അതെ. എന്ന ഒരു വലിയ ഭയം അവർക്കുണ്ട്. കാരണം BJP പൊതുവെ മണ്ഡലങ്ങളിൽ വോട്ട് നില BJPക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാറായില്ല. പക്ഷേ വലിയ തോതിൽ വോട്ട് പിടിക്കും എല്ലാം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെയാണ്. നമ്മൾ നേരത്തെ ഏതോ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഒറ്റ ചോദ്യം അതിനകത്ത് അങ്ങ് പറഞ്ഞു BJP വോട്ട് പിടിക്കുന്നു, വലിയ തോതിൽ വോട്ട് പിടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ അഭിപ്രായമുണ്ട്. പക്ഷേ ഇത്ര നാളും BJP പിടിച്ച വോട്ട് കോൺഗ്രസിനെയാണ് തോൽപ്പിച്ചിരുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത് നേരെ തിരിച്ചാവും, LDFനെയാണ് അത് തോൽപ്പിക്കുന്നത്. പക്ഷേ ഇനിയത്തെ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് UDFനെ തോൽപ്പിക്കുമോ LDFനെ തോൽപ്പിക്കുമോ? തീർച്ചയായിട്ടും LDFനായിരിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് നഷ്ടം വരാൻ പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിന്നെ അവർ ഈ ശിവഗിരി വിവാദമൊക്കെ ഉണ്ടാക്കി. അതായത് ഒരു മറ്റൊരു കൺസോളിഡേഷൻ, ന്യൂനപക്ഷ പിന്നോക്ക ഒരു 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 യോജിപ്പ് ഉണ്ടായി അത് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിച്ചെടുക്കാനും ഒക്കെയുള്ള ഒരു വലിയ ബോധപൂർവമായ ശ്രമം CPM നടത്തുകയാണ്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോഴത്തെ ഈ ഷാഫി പറമ്പിലിനെ പോലെ തന്ത്രശാലിയായ ഒരു നേതാവിൻ്റെ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ രാഷ്ട്രീയം രൂപപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് CPMനായിരിക്കും നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഈ പാലക്കാട് BJP നേട്ടം ഉണ്ടാക്കുമോ എന്നും കൂടി ഒരു ചോദ്യം. BJP തീർച്ചയായിട്ടും നേടും. BJPയുടെ സീറ്റ് എണ്ണം, അതായത് സീറ്റല്ല വോട്ട് വർദ്ധിക്കും എന്ന്, അത് പല മണ്ഡലങ്ങളിൽ വ്യാപകമായി വർദ്ധിക്കും. ചേലക്കര ഞാനത് കൃത്യമായൊരു ഉദാഹരണമായി പറയുകയാണ്. 10,000 വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കിട്ടി. അപ്പോൾ സീറ്റിലേക്ക് എത്തുന്നത് അത് മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പാലക്കാട് മോഡൽ എന്ന് പറയുന്നത് ഫലപ്രദമായി നടത്താനുള്ള ഒരു വർക്ക് അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഈ പാലക്കാട് മോഡൽ ഏത് വിധത്തിലാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയിപ്പോൾ 1.5 വർഷം തികച്ചില്ല. ഇല്ല 1.5 വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നമുക്കറിയാം കാറ്റ് എങ്ങോട്ടാണെന്ന് അറിയാം, മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കാത്തിരിക്കാം. കേരള രാഷ്ട്രീയം ഈ പറഞ്ഞതുപോലെ എങ്ങോട്ടാണ്, പാലക്കാട് മോഡൽ കോൺഗ്രസിനെ സഹായിക്കുമോ അതോ കോൺഗ്രസിനെ വിഴുങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണുകയെന്ന് നിവർത്തി. നന്ദി.